അപ്പൊ സുഹൃത്തുക്കളെ, മനസ്സിന് വലിയ പ്രയാസവും മനസ്സിന് വലിയ ആനന്ദവും ഒക്കെ ഉണ്ടാകലാണ് ഏറ്റവും വലിയ ധന്യത. ഒരുപാട് കാശുണ്ട്, പക്ഷേ ജീവിതത്തിൽ യാതൊരു സുഖമില്ലെങ്കിൽ അയാൾ എന്ത് ജീവിത? അതേ അവസരത്തിൽ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു, തൻ്റെ ഇണയോടൊത്ത് സമാധാനപൂർണമായൊരു ജീവിതമാണ്, വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട്, മാനസികമായിട്ട് രണ്ടാൾക്കും നല്ല സന്തോഷമുണ്ടെങ്കിൽ അതിലപ്പുറം ഇനി ഒരു ധന്യത എന്താ വേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ നമ്മളോട് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർളി എന്നാണ്. വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല ധന്യത. ഒരാൾക്ക് ഒരുപാട് വിഭവങ്ങളും ധനവും ഉണ്ടാവുക എന്നുള്ളതല്ല വാസ്തവത്തിലുള്ള ധന്യത എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ ധനം. ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് നല്ല സുഖമുണ്ടാവലാണ്. ഒരുപാട് മുതലും സുഖസൗകര്യവും നല്ല കൊട്ടാര സമാനമായ വീടും വലിയ വാഹനവും വീട്ടിലെല്ലാ അധുനാധുന സംവിധാനങ്ങളും എല്ലാം വീടിൻ്റെ അകത്തൊക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ വളരെ ഉഷാറായി ചെയ്തിട്ടുണ്ട്. പക്ഷെ കിടന്ന ഉറക്കം വരൂല. എന്താ പിന്നെ ആ വീട്ടിലെ ജീവിതം? സമാധാനമുണ്ടോ? മനസ്സിന് സുഖല്ലേ? മനസ്സിന് സുഖമില്ലായിട്ടാണ് ഉറക്കം വരാത്തത്. അതേ അവസരത്തിൽ അത്രയൊന്നും സംവിധാനങ്ങളില്ലാത്തവർ വളരെ സുഖമായി ജീവിക്കുന്നില്ലേ? എന്താ അവർ ഉറങ്ങുന്നത്? അവർക്കെല്ലാം സമാധാനമുണ്ട്, ഉള്ളതുകൊണ്ട് കിട്ടി സന്തോഷമായിട്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ രണ്ട് ലോകത്തും നല്ല സമാധാനമുള്ള കുടുംബജീവിതം നമുക്കും നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, അടുത്ത ആയത്തിൽ പറയുന്ന വിഷയം നമുക്ക് നോക്കാം. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. വൽയസ്തഅഫിഫ്, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ അല്ലാഹു തആല തരം നൽകും എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ല, ഒരു നിലക്കും അയാൾക്ക് ആരും ഒരു സഹായവും ചെയ്യാനുമില്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളവർ എന്ത് ചെയ്യണം? എനിക്ക് വിവാഹം ജീവിതപ്പോൾ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ധാർമ്മികതയുടെ മേഖലയുടെ കയറ് പൊട്ടിച്ചൊരിക്കലും പുറത്തു പോകരുതേ. ഏതായാലും വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി എങ്ങനെയെങ്കിലുമൊക്കെയാണ് ജീവിക്കുന്നത്, ലൈംഗികമായ ദാഹമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് ശമിപ്പിച്ച് സ്വയംഭോഗത്തിലൂടെയോ അല്ലെങ്കിൽ വിചാരത്തിന് പോയിട്ടോ അങ്ങനെയൊക്കെയാണ് പോട്ടെ, വിവാഹമൊന്നും ഇനിയിപ്പോൾ നടക്കൂല, അങ്ങനെയൊന്നും ചിന്തിച്ചു പോകരുത്. അല്ലാഹു പറയാണ് വൽയസ്തഅഫിഫ്, വിശുദ്ധി പാലിക്കുകയും ചെയ്യട്ടെ. വൽയസ്തഅഫിഫ്, വൽയസ്തഅഫിഫ്, ഇസ്തഅഫ ചാരിത്ര്യം കാത്തുകൊള്ളട്ടെ. വൽയസ്തഅഫിഫ്, ചാരിത്രശുദ്ധി സംരക്ഷിച്ചു കൊള്ളട്ടെ. ആര്? അല്ലദീന, ഒരു കൂട്ടർ. അവരാരാണ്? ലാ യജിദൂന നികാഹ, വിവാഹം ചെയ്യാനുള്ള സൗകര്യം ലഭിക്കാത്തവർ. വിവാഹം ചെയ്യാനുള്ള സൗകര്യം ലഭിക്കാത്തവർ അവരുടെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കട്ടെ, ഒരിക്കലും പരിധി വിട്ടു പോകരുത്. ഏതുവരെ? ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ധന്യത നൽകുന്നത് വരെ. റബ്ബ് ആഗ്രഹമുള്ളവരെ അങ്ങനെ വെറുതെ വിടുകയൊന്നുമില്ല. പെട്ടെന്നാണ് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു വഴി അള്ളാഹ് തുറന്നു കൊടുക്കും. അത് കിട്ടുവോളം ഒന്നിങ്ങനെ ക്ഷമിച്ചൊക്കെ ഒന്ന് ജീവിക്കാൻ അവർ ശ്രമിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുവാ സമൂഹത്തോട് പറഞ്ഞില്ലേ, യാ മഅ്ശറ ശബാബ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ശേഷി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വിവാഹം കഴിക്കണം. അതിലൂടെയാണ് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാനാവുക, ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കാനാവുക. അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം എന്നാ പറഞ്ഞത്. നോമ്പ് നമുക്കൊരു സുരക്ഷാ കവചമാണ് എന്ന്, ഒരു പരിചയാണ്. എന്തില്ലെന്ന്? തിന്മകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ, കാതുകളെ സൂക്ഷിക്കാൻ, നാവിനെ സൂക്ഷിക്കാൻ, കൈകാലുകളെ സൂക്ഷിക്കാൻ, ലൈംഗികാവയവങ്ങളെ തെറ്റുകളിൽ നിന്നൊക്കെ സൂക്ഷിക്കുവാൻ നമുക്ക് ഒരു ബലം നൽകുന്ന ഇബാദത്താണ് വ്രതാനുഷ്ഠാനം. അത് ചെയ്തുകൊണ്ട് ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള ശ്രമം നടത്താനാണ് യുവ സമൂഹത്തോട് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ. സാധ്യത തീരെ ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യം തനിക്ക് ലഭിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ്റെ ചാരിത്രം അവൻ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേ അവസരത്തിൽ
അതേ അവസരത്തിൽ ഒരു നിലക്കും ഒരാൾക്ക് കഴിയുന്നില്ല, സമൂഹത്തിന് അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ പുരുഷന്മാരെ അല്ല പലരും സഹായിക്കാറുള്ളത്. ഈ സ്ത്രീധനത്തിൻ്റെ ഒരു പ്രയാസം വന്നതുകൊണ്ട് പുരുഷലോകം സ്ത്രീകളിൽ നിന്ന് സ്ത്രീധനം കണക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വാങ്ങും. പെണ്ണ് കെട്ടിയിട്ട് പണക്കാരനാവുക എന്നുള്ള നയം, നിങ്ങൾ വിവാഹം കഴിക്കൂ നിങ്ങൾക്ക് പണക്കാരനാവാം എന്ന് ചില അസലില്ലാത്ത ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കുക എന്തിന്? പണം ഉണ്ടാവാൻ കല്യാണം കഴിക്കുക. എന്താ ഇവൻ കണ്ട മാർഗം? വലിയ സ്ത്രീധനമൊക്കെ പറയാം, ഇതൊക്കെ വാങ്ങുക, അങ്ങനെ പണക്കാരനാവുക, അതുകൊണ്ട് സുഖിച്ച് ജീവിക്കുക. അതല്ല ഇസ്ലാം. ആണുങ്ങളെ സഹായിക്കാനാണ് പറയുന്നത്. മഹർ കൊടുക്കാനും വിവാഹത്തിൻ്റെ ചെലവിലേക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവരെ സഹായിക്കണം എന്നുള്ളതല്ലേ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശഭൂമികളുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഒരിക്കലും കൈവടിയുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി റബ്ബിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് പ്രാർത്ഥനാ മനസ്സോടുകൂടെ അവൻ കഴിയുമ്പോൾ അള്ളാഹ് ഒരു വഴി കാണിച്ചു കൊടുക്കും. അതുവരെ എന്ത് ചെയ്യുക? അതുവരെ തെറ്റിലേക്കൊന്നും പോകാതെ തൻ്റേതായ ജീവിതത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമം നടത്തട്ടെ. ഇതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. വൽയസ്തഅഫിഫ് അല്ലദീന ലാ യജിദൂന നികാഹ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. ഇതാണ് ഇപ്പോൾ നമ്മൾ അർത്ഥവും ആശയവും വിശദീകരിച്ചത്.